താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, റൈസർ ഫാമിലിയിൽ നിന്ന്. ഒരു ചോദ്യം. പ്രതീക്ഷയോടെ തുടങ്ങി നിരാശയോടെ അവസാനിക്കുന്ന, അല്ലേ? ഇനി ആർ പ്രതീക്ഷകളുടെ പൂർത്തീകരണത്തിനായി പലതും ചെയ്തു. നിങ്ങൾക്ക് കഴിയുന്നത് ഒക്കെയും നിങ്ങളുടെ കഴിവിന് അപ്പുറമായി ഇനി ആര് എന്നെ സഹായിക്കും? എനിക്ക് വേണ്ടി ആര് വഴി തുറന്നു തരും? ഈ അവസ്ഥകളെ മാറ്റിത്തരും. പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കുന്നു, നിരാശയോടെ മുഖം കുനിക്കുന്ന അവസ്ഥ. നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? വളരെ പ്രതീക്ഷയോടെ പല മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കിയില്ലേ ഈ അവസ്ഥയിൽ നിന്ന്? അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, അധികം മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് പല മുഖങ്ങളിലേക്ക് നോക്കി. നിരാശയാ ഫലം. ആ നിരാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഇവിടെ വഴി തുറന്നു കിട്ടുവാൻ, എനിക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാൻ കഴിയാത്തത്, ഞാൻ പ്രതീക്ഷ വച്ചവർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, അതെ, നിങ്ങൾ ശരിയായ സ്ഥാനത്തായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രതീക്ഷ നിരാശയായി തീരാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ആ ജോലി സ്ഥലത്ത് പിടിച്ചു നിൽക്കുവാൻ, മുൻപോട്ട് പോകുവാൻ, ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു. പല മുഖങ്ങളിലേക്ക് നോക്കി അവിടെ നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഒരുക്കി തരുവാൻ കഴിയുമെന്ന് കരുതി. പക്ഷേ നിരാശയാണ് ഫലം. അവർക്ക് അതിന് കഴിയുന്നില്ല. അർത്ഥം, ജോലി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. സഹോദര, സഹോദരി, അത് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, ഭാരപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ഒത്തിരി ബാധ്യതകൾ, ഒത്തിരി സ്വപ്നങ്ങൾ, ഒത്തിരി പ്രതീക്ഷകൾ എല്ലാം ചുമക്കേണ്ടത് നീയാണ്. അയ്യോ, അല്ലേ? ഒത്തിരി നാളായി ജോലിയൊന്നും ആയിട്ടില്ല. പ്രതീക്ഷയോടെ പല വഴികളിലും ഇറങ്ങുന്നു, തുറന്നു കിട്ടുമെന്ന് കരുതുന്നു. അടഞ്ഞ വാതിലിന് മുമ്പിൽ തളർന്നു നിൽക്കുന്നു, തിരികെ കടന്നു വരുന്നു, ഒറ്റയ്ക്ക് തള്ളുന്നു, തുറക്കുവാൻ കഴിയുന്നില്ല. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരും, ഈ തടസ്സം മാറ്റിത്തരും, എനിക്കും ജോലി ഉണ്ടാകും, ജോലി ചെയ്ത് ഞാനും ജീവിക്കും. ജോലിയില്ലാതെ മുഖാന്തരമുള്ള നിന്ദയും നിരാശയും വേദനയും ഫ്രസ്ട്രേഷനും മാറും. ചിന്തയാതാ. പക്ഷേ വഴി അടഞ്ഞു തന്നെ ഇരിക്കുന്നു. തടസ്സമാണ്. തൊഴിൽ മേഖലയിൽ തടസ്സമാണ്. ആര്? ഒത്തിരി മുഖങ്ങളിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയില്ല. സഹോദരി, നിനക്ക് വേണ്ടി ആര്? പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കി. നിന്റെ ഭർത്താവിനോട് സംസാരിക്കുവാൻ, നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് സംസാരിക്കുവാൻ, അതിനകത്ത് നരകതുല്യമായ നിന്റെ ജീവിതാനുഭവത്തിനൊരു വ്യത്യാസം വരുത്തുവാൻ നീ ചെയ്യുവാൻ കഴിവുള്ളതെല്ലാം ചെയ്തു. കരഞ്ഞു, നിലവിളിച്ചു, രക്ഷയില്ല. പലരിലേക്കും പ്രതീക്ഷയോടെ നോക്കി. പക്ഷേ അവിടെ നിന്നും പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ളതൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നിന്റെ പ്രതീക്ഷകൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഭാരത്തോടെ ആയിരിക്കുക. ഇനി ആര്? ഇനി എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരും? എനിക്ക് സന്തോഷകരമായ, സുഖകരമായ, സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ അനുകൂലമായി തീരും. ആര് സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കും? കുടുംബജീവിതത്തിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അടയപ്പെട്ട വാതിലുകളെ ആര് എൻ്റെ തലമുറകൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കും? ചോദ്യമാ, അല്ലേ മാതാവേ? വഴി അടഞ്ഞിരിക്കുന്നു. നല്ലവണ്ണം പഠിച്ചു, അടുത്ത കാൽവെപ്പിനായി അടുത്ത കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല, അടഞ്ഞിരിക്കുന്നു. പല നിലകളിൽ ശ്രമിച്ചു, മുട്ടി, കരഞ്ഞു, നിലവിളിച്ചു, വാതിൽ തുറന്നു വരുന്നില്ല. തുറന്നു തരുമെന്ന് പ്രതീക്ഷിച്ച പല മുഖങ്ങളിലേക്ക് പ്രതീക്ഷയോടെ നോക്കി നിരാശയോടെ മുഖം കുനിക്കേണ്ടി വരുന്നു. അയ്യോ, അവരുടെ ഭാവി ഇരുട്ടിലായോ? മാതാവേ, നീ കരയുക. ഒപ്പം നിന്റെ തലമുറകളും ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു അത്ഭുതം താങ്ക് ഗോഡ്. നിന്നോടുള്ള ദൂതാ മാതാവേ, അവിടെ ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. യെസ്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവിടെ ഇന്ന് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ, അതെ, ഒരു വാതിൽ തുറന്നു കിട്ടിയില്ലെങ്കിൽ, പഠനം കഴിഞ്ഞു, കാത്തിരിക്കുക നല്ലൊരു ജോലിക്ക് വേണ്ടി, പ്രതീക്ഷയോടെ പല വാതിലുകളിലും മുട്ടുന്നു, മുട്ടി തളർന്നു. അയ്യോ, ആര് സഹായിക്കും? ആ രാജ്യം സ്വപ്നം കണ്ടതാ,
അവിടെ നിന്നുള്ള നന്മ എൻ്റെ തലമുറകളുടെ ജീവിതം മാറ്റുന്ന, എൻ്റെ കഷ്ടതയ്ക്ക് അറുതി ഉണ്ടാക്കുന്ന, നിന്ന മാറ്റുന്ന, നിരാശ മാറ്റുന്ന, അയ്യോ വലിയ വേദനയിൽ പ്രതീക്ഷയോടെ വളർത്തി. പ്രതീക്ഷിക്കാത്ത നിലകളിൽ മക്കളുടെ ജീവിതം മുൻപോട്ട് പോയി. പല നിലകളിൽ അവർ പിടിക്കപ്പെട്ടു, ബാധിക്കപ്പെട്ടവരായി മാറി. നിന്റെ ബാധയായി മാറിയിരിക്കുന്നു തലമുറകൾ. അവരുടെ ശീലങ്ങൾ, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിത രീതി. അയ്യോ, ഇതിൽ നിന്ന് ആരവരെ പുറത്തു കൊണ്ടുവരും? ആരവർക്ക് വേണ്ടി പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. പക്ഷേ പലർക്കും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുന്നതേയില്ല. പല ഡോക്ടർമാർ, പല ട്രീറ്റ്മെൻറ്റുകൾ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. നിരാശയോടെ തലകുനിക്കേണ്ട അവസ്ഥ. കയ്യിലുള്ളത് തീർന്നു, കടം വാങ്ങുന്നത് തീർന്നു. അയ്യോ, സൗഖ്യം മാത്രം തീണ്ടാപ്പാട് അകലെയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ആര്, എവിടെ നിന്ന്? ചോദ്യത്തിന് ഉത്തരമില്ല. ഈ നശിച്ച ജീവിതം വേദന സഹിച്ച് മറ്റുള്ളവർക്ക് വേദനയായി ഇങ്ങനെ ജീവിക്കുവാൻ വയ്യ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. കഴിയുന്ന നിലയിലൊക്കെ സഹായിച്ചു. നിന്റെ വീട്ടുകാർ, നിന്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നീ നോക്കി അവർ മാറി നിന്നു. അതെ, ആ ബിസിനസ് സംരംഭം നീ ആഗ്രഹിച്ചതുപോലെ മുൻപോട്ട് പോകുവാൻ കുറേ പേർ സഹായിച്ചു, കുറേ പേർ മാറി നിന്നു. പോരാ, ഇനിയും തീർന്നു അല്ലേ? സ്വയം പറയുക, തീർന്നു, ഇനിയില്ല. എനിക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറും പാഴ്ക്കിനാവുകളായി മാറുവാൻ പോകുക. ഭവനമെന്ന ആ സ്വപ്നം, അതിനുവേണ്ടി ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ആ വസ്തു വിറ്റിരുന്നുവെങ്കിൽ അല്ലേ, എവിടെ? ചുമ്മാ കൊടുക്കാമെന്ന് പറഞ്ഞാലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. ഒരു വാഹനം, അല്പം ഭൂമി സ്വന്തം പേരിൽ, ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്വന്തം പേരിൽ എന്തെങ്കിലും ഇല്ല. സ്വന്തം പേര് നിലനിർത്തുവാനും ഒന്നുമില്ല. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഒരിക്കൽ ഒരു സഹോദരി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അവസാനത്തെ ശ്രമമെന്നോട് ചാകുവാൻ പോകുന്നവൻ ചാടിപ്പിടിക്കുന്ന ആ കച്ചി തുരുമ്പെന്ന അവസ്ഥയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട് പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്തു. ആ സഹോദരി വളരെ വേദനയോടെ കണ്ണുനീരോടെ പറയുക, ഒരു പ്രതീക്ഷയും അവരുടെ ശബ്ദത്തിലില്ല. ദേവദാസനെ, എൻ്റെ ജീവിതം തകർന്നു. എൻ്റെ ഭർത്താവിന് ഇപ്പോൾ എന്നെ വേണ്ട. ഒരാഴ്ചയിലധികമായിരിക്കുന്നു എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട്. ഈ വേദനയിൽ, ഈ തകർച്ചയുടെ അനുഭവത്തിൽ എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, എൻ്റെ ബന്ധുക്കൾ ആരുമില്ല. എല്ലാവരും കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നു. ഭർത്താവ് തീർത്തു പറയുന്നു, എനിക്കിനി വേണ്ട. ഞാൻ പറഞ്ഞു, സഹോദരി സമാധാനിക്ക്, നിന്റെ ഭർത്താവ് മടങ്ങി വരും. മടങ്ങി വന്നാൽ നല്ലത് ദൈവദാസനെ. പക്ഷെ വന്നാലും ഇനി ഒരിക്കലും അത് ശരിയാകത്തില്ല. അത്രമാത്രം എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നുപോയി. എനിക്കറിയത്തില്ല ദൈവദാസനെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നല്ലതെന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ആ സഹോദരി പറയുന്നു, കരയുന്നു. അതേ, കേട്ട് കരയുന്ന നിങ്ങളിൽ പലരെയും പോലെ സഹോദരി നീ കരയുക, സഹോദരാ നീ കരയുക. കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താവ് തിരികെ വരണം, ഭാര്യ തിരികെ വരണം. എങ്കിലും അടുത്ത ചോദ്യം, ശരിയാകുമോ? ഇനി പഴയതുപോലെ എൻ്റെ ഭർത്താവിനെ എന്നെ സ്നേഹിക്കുവാൻ കഴിയുമോ? അത്രമാത്രം പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരിക്കുന്നു. മറ്റാർക്കും അറിയാത്ത പല കാര്യങ്ങളും, പല കഥകളും നിനക്കറിയാം. പലതും നീ കണ്ടതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട് മാറിപ്പോകുന്നു. ഇനി അവൾക്കെന്നെ സ്നേഹിക്കുവാൻ കഴിയുമോ? തിരികെ വന്നാലും വരത്തില്ല. എങ്കിലും വരുന്നത് പോലും സ്വപ്നം കാണുവാൻ ഭയമാണ്. വന്നാലും എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? എന്നെ അവൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? പഴയതുപോലെ ഞങ്ങളുടെ ജീവിതമായിത്തീരുമോ? ആ സന്തോഷമുണ്ടാകുമോ? സ്വപ്നം കണ്ടതൊക്കെ വല്ലാത്തൊരവസ്ഥയല്ലേ? ആ സഹോദരി അറിയേണ്ടതിനും മനസ്സിലാക്കേണ്ടതിനുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ അവർ ആയിരിക്കുന്ന അതേ അവസ്ഥയിലായിരിക്കുന്ന രണ്ട് സഹോദരിമാരെ അവർക്ക് പരിചയപ്പെടുത്തി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആ സഹോദരിമാരെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും. അവരിൽ നിന്നുയരുന്ന ചോദ്യം 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും? ചോദ്യമാണ്, ആര് ആ കല്ല് ഉരുട്ടി മാറ്റും?
അവർക്കൊരു കാര്യം കാണേണ്ടതുണ്ട്. 3.5 വർഷക്കാലം തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തു അവർക്കൊപ്പമില്ല. കഴിഞ്ഞ 3 ദിവസമായി. ഇനി ഒരിക്കലും ആ പഴയ യേശുവിനെ കാണുവാനും കഴിയത്തില്ല, അതും അറിയാം. എങ്കിലും ആ ശവശരീരമെങ്കിലും ഒന്ന് കാണുവാൻ, അതിന് യഥാവിധി ചടങ്ങുകൾ ചെയ്യുവാൻ കല്ലറവാതിൽക്കൽ അവരെത്തി. റോമൻ പടയാളികൾ ഉരുട്ടിവെച്ച കല്ല് ആരുരുട്ടി മാറ്റും? ഒത്തിരി ഓപ്ഷൻസ് അവർക്ക് മുമ്പിലുണ്ട്. അവരുടെ കൂട്ടു സഹോദരങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ സ്നേഹിതന്മാർ. പക്ഷേ ആ സമയം അവർക്കൊപ്പം അവരാരുമില്ല. അവരൊക്കെ ഭയന്ന് ഒളിച്ചിരിക്കുക. എല്ലാവരും ഭയന്ന് പോയിരിക്കുന്നു. സഹായിക്കേണ്ടവരാണ്, മുൻപിൽ നിൽക്കേണ്ടവരാണ്, പക്ഷേ ഇല്ല, ഭയന്ന് മാറി നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ ആരെയും കാണുവാനില്ല. അയ്യോ, എന്തൊരവസ്ഥയല്ലേ! ആര് ഞങ്ങൾക്ക് വേണ്ടി, 2 സ്ത്രീകൾ, ദുർബലരായവർ, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ചോദ്യം ചോദിച്ച് മുമ്പോട്ട് വരിക. അവിടെ നിൽക്കുന്നില്ല, തിരികെ പോകുന്നില്ല, മടിച്ച് തങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നില്ല. അവർക്കറിയാം അവിടെ കല്ലുരുട്ടി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. 3 ദിവസത്തിന് മുമ്പേ അവർക്കറിയാം. ഞായറാഴ്ച അതിരാവിലെ ഇറങ്ങിത്തിരിക്കുമ്പോഴും അവർക്കറിയാം കല്ലവിടെയുണ്ട്. എങ്കിലും അവരവിടെ നിൽക്കുന്നില്ല. മുമ്പോട്ട്, സ്തോത്രം, മടുത്ത് തളർന്ന് ഇനി വയ്യ. വലിയ കാര്യങ്ങളൊന്നും അല്ല, അല്ലേ? ആ ജോലി സ്ഥലത്ത് പ്രശ്നം മാറിയ അംബാനി ആവാൻ പറ്റും, എല്ലാ സ്വപ്നങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാം. അതാ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മിണ്ടാതിരിക്കുക. ഓ, ഒരു ചടങ്ങ് പോലെ പോകണം, ചടങ്ങായി മാറിയിരിക്കുന്നു ആ ജോലി, അല്ലേ സഹോദര? നക്കാപ്പിച്ചാന്നേ കിട്ടുന്നേ, അതുപോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ മടുത്ത്, ഓ, ആരും സഹായിക്കത്തില്ലെന്ന്, അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വയ്യ. സഹോദരി, ഒരു ചടങ്ങ, കുടുംബജീവിതം, ഭർത്താവുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. സ്നേഹമില്ല, കരുതലില്ല, പരസ്പരമുള്ള ഒരുമിച്ച് ജീവിക്കുന്ന 2 ശരീരം മാത്രമല്ല, 2 മനസ്സും ചിന്തകളുമുള്ള വ്യത്യസ്തരായ ആൾക്കാരായി അല്ലെങ്കിൽ ശത്രുക്കളായി മാറിയ അവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ നോക്കി പലതും ചെയ്തു. ഇപ്പോൾ തളർന്നിരിക്കുക, അല്ലേ മാതാവേ, പിതാവേ? ഇപ്പോൾ പഴയ പ്രതീക്ഷകളൊന്നുമില്ല. എവിടെ? ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിള്ളേർ ജീവിക്കും. അതിനപ്പുറമായിട്ട് ഒരു ചടങ്ങ് പോലെ ആയിരിക്കുന്നു. പ്രതീക്ഷകളുടെ നഷ്ടം. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലാതെ വരുന്നു. അവിടെ നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ല. വളരെ പ്രതീക്ഷയോടെ കടന്നു പോയത് ഇപ്പോൾ ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു. എന്തും സംഭവിക്കട്ടെ, എങ്ങനെയോ പോകട്ടെ. വലിയതൊന്നുമല്ല, എന്നിട്ടും വലിയതൊന്നുമല്ല, എന്നിട്ടും ഭയങ്കര സംഭവമായിട്ടുള്ള അപ്പം വർദ്ധിപ്പിച്ച, വെള്ളം വീഞ്ഞാക്കിയ, മരിച്ചവനെ ഉയർപ്പിച്ച ആ യേശു അല്ല. ആ യേശുവിൻ്റെ ഭൗതിക ശരീരമാണ് കല്ലറയ്ക്കകത്തുള്ളത്. റോമൻ പടയാളികൾ തച്ച് തകർത്ത ശരീര അവശിഷ്ടമാണ് കല്ലറയ്ക്കുള്ളിലുള്ളത്. എങ്കിലും യഥാവിധി കർമ്മം ചെയ്യുവാൻ, സുഗന്ധലേപനം നടത്തുവാൻ അവർ മുമ്പോട്ട് പോവുകയാണ്. എല്ലാം അവർക്കറിയാം. കല്ലുരുട്ടി വയ്ക്കപ്പെട്ടിരിക്കും. അതിനെ ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റി തരുവാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്നത് പോലെ ആ സഹോദരിയും ശ്രദ്ധയോടെ കേൾക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സഹോദരി, വലിയതൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവർ വീട്ടിനകത്തിരുന്നില്ല. അവർ കല്ലറവാതിൽക്കലേക്ക് നടന്നു. ഫലമോ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി. ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി നീക്കും? ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി നീക്കും? അതാണ് ചോദ്യം. ഉത്തരം സ്വർഗത്തിൽ നിന്നുണ്ടാകുന്നു. ലോകത്തിൽ നിന്ന് കിട്ടാത്ത ഉത്തരം സ്വർഗത്തിൽ നിന്നുണ്ടാകുന്നു. അതേ, ദൈവത്തിന്റെ ദൂതൻ വരുന്നു, കല്ലുരുട്ടി നീക്കുന്നു. അതേ സഹോദര, സഹോദരി, ലോകത്തോട് ചോദിച്ച് നിനക്ക് കിട്ടാത്ത ഉത്തരം, ആ ഉത്തരവുമായി ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ അയക്കുക. മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി ദൈവം തന്റെ ദൂതനെ അയക്കുക. ലോകത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരമായി സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ ദൂതനെ അയക്കുക. അതെ, ചില കല്ലുകൾ
ഉരുട്ടി മാറ്റപ്പെടുക. അതെ, ആ ജോലിക്ക് തടസ്സമായി ഉരുട്ടി വച്ചിരിക്കുന്ന, അടച്ചു വച്ചിരിക്കുന്ന ചില കല്ലുകൾ ഇപ്പോൾ ദൂതനിറങ്ങി ഉരുട്ടി മാറ്റുക. യേശുവിൻ നാമത്തിൽ ആ തടസ്സം മാറുക. പ്രാർത്ഥിക്കുക. ഒത്തിരി നാളായിരിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു. സഹോദരി ജോലിയില്ലാതെ, സ്ഥിരമായി ജോലിയില്ലാതെ ഒത്തിരി നാളായി ഭാരപ്പെട്ടായിരിക്കുന്നു. ആ തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ ദൈവത്തിന്റെ ദൂതൻ ഉരുട്ടി മാറ്റുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആർക്കും നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്തത്, ഇന്നലകൾ പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കി അവർക്ക് ആർക്കും ചെയ്തു തരുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്തു തരിക. തൻ്റെ ദൂതനെ അയച്ച് ആ തടസ്സത്തെ മാറ്റുക. ജോലിക്ക് മേലുള്ള തടസ്സത്തെ മാറ്റുക. അതേ സഹോദര, ജോലി സ്ഥലത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഉരുട്ടി വയ്ക്കപ്പെട്ടിരിക്കുന്ന ചില കല്ലുകളെ ദൈവത്തിൻ്റെ ദൂതൻ ഉരുട്ടി മാറ്റുക. നിനക്കുരുട്ടി മാറ്റുവാൻ കഴിയാത്ത ഇന്നലകളിൽ നീ തള്ളിയതാണ്, പക്ഷേ നീങ്ങിപ്പോയില്ല. എന്നാൽ തള്ളി നീക്കുവാൻ കഴിവുള്ളവനെ ദൈവം നിനക്ക് വേണ്ടി അയച്ചു തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. താങ്ക് ഗോഡ്. കേൾക്കണമേ, കല്ലുരുണ്ട് മാറി. ഫലമോ? അവർ പ്രതീക്ഷിച്ചു വന്നത് എന്തിനു വേണ്ടിയാ? ശ്രദ്ധിച്ചോ, എന്തിനു വേണ്ടിയാ പ്രതീക്ഷിച്ചു വന്നത്? തങ്ങളുടെ പ്രാണപ്രിയനായവന്റെ ശരീരം, ഭൗതിക ശരീരം ഒന്ന് കാണണം. അതിലപ്പുറം പ്രതീക്ഷയ്ക്ക് വകയുള്ളതൊന്നും ഇല്ല. അവർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. കാരണം അവർ നമ്മളെപ്പോലെ ബുദ്ധിയുള്ള മനുഷ്യരാണ്. എന്നാൽ വചനം പറയുന്നു, പ്രതീക്ഷിക്കാത്ത ആളിലൂടെ കല്ലുരുട്ടി നീക്കിയ ദൈവം പ്രതീക്ഷിക്കാത്തത് ആ കല്ലറയ്ക്കകത്ത് അവർക്ക് വേണ്ടി ഒരുക്കി. ദൂതാണേ, പ്രതീക്ഷിക്കാത്ത ആളിലൂടെ, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. നീ പ്രതീക്ഷിക്കാത്തത്, സ്തോത്രം, ചടങ്ങായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടിയുള്ളതല്ല. കടം വായ്പും പലിശക്കെടുപ്പും അതല്ല. നീ പ്രതീക്ഷിക്കാത്തത് കല്ലുരുട്ടി മാറ്റപ്പെടുമ്പോൾ അവിടെ നിനക്കുണ്ടാകുവാൻ പോകുക. സ്തോത്രം. എങ്ങനെയെങ്കിലും ജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്ന ജോലിയല്ല സഹോദര. തടസ്സം മാറുമ്പോൾ നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായുള്ള ജോലി നിനക്ക് ലഭിക്കുക. ആ ജോലി സ്ഥലത്ത് നീ പ്രതീക്ഷിക്കാത്തത്, കാരണം ഇത് ദൈവപ്രവൃത്തിയാണ്. ആമേൻ. ദൂതൻ വന്നാൽ പ്രതീക്ഷിക്കുന്നതൊന്നും അല്ല സംഭവിക്കുന്നേ. ആ കൊണ്ടുപോയ സുഗന്ധവർഗമൊക്കെ വെറുതെ ആയി തീർന്നു. ആമേൻ. മരിച്ച ശരീരം കാണാൻ പോയവരാ. 3 ദിവസം പഴക്കമുള്ള ശരീരം കാണാൻ പോയവരാ. ജീവനുള്ളവനെ കണ്ട് മടങ്ങി. യേശുവിൻ നാമത്തിൽ. അത് സഹോദരി, നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ കുടുംബജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. പ്രതീക്ഷിക്കാത്തവരിലൂടെ. ആമേൻ. പല മുഖങ്ങളിലേക്ക് നോക്കി സഹായിക്കുവാൻ ആരുമില്ല. നിന്റെ കുടുംബജീവിതത്തെ ഒന്ന് പണിതെടുക്കുവാൻ, നിങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ, എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി പരിഹാരം വരുത്തുവാൻ ആരുമില്ല. അതുതന്നെ ആമേൻ. കിട്ടുന്ന അവസരം മുതലെടുക്കാൻ വേണ്ടി നടക്കുക. കുറ്റം പറയാനും പഴി പറയാനും. അയ്യോ അല്ലേ? നിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു. കർത്താവ് അയക്കുക ചിലരെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തെ ചേർത്ത് വയ്ക്കുവാൻ. ആ കല്ലറ വാതിൽക്കൽ വെയിറ്റ് ചെയ്ത മറിയയ്ക്കും വേണ്ടി ദൂതനെ ദൈവം അയച്ചുവെങ്കിൽ സഹോദരി, നിന്റെ കുടുംബജീവിതം കല്ലറയ്ക്കുള്ളിലായിപ്പോയി നിന്റെ കുടുംബജീവിതത്തെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ദൂതനെ അയക്കുക. കല്ലറയ്ക്കുള്ളിലായിപ്പോയി നിന്റെ പ്രതീക്ഷകളെ പുറത്തു കൊണ്ടുവരുവാൻ, കല്ലറയ്ക്കുള്ളിലായിപ്പോയി നിന്റെ ഭർത്താവിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുക. ആ കല്ലുരുട്ടി നീക്കപ്പെടുക. ആ തടസ്സം വിട്ടുമാറുക. അവിടെ നീ പ്രതീക്ഷിക്കാത്തത്. സ്തോത്രം. ഇനി പഴയതുപോലെ, അതേന്നെ, പഴയതുപോലെയല്ല. ഇനിയാ നീ ജീവിച്ചു തുടങ്ങുന്നേ. ദൂതാ സഹോദരി, ഇനിയാ നീ സ്വപ്നം കണ്ടതിനപ്പുറമായി നീ ജീവിച്ചു തുടങ്ങുന്നേ. സഹോദര, നീ ആഗ്രഹിച്ചതിലും സ്വപ്നം കണ്ടതിലും അപ്പുറമായി നീ ജീവിച്ചു തുടങ്ങുന്നത് ഇനിയാ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗീയമായതാ. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തവരിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവൃത്തിയുടെ ഫലം നീ നിനക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്. സ്തോത്രം. ഒന്ന് പുറത്തിറങ്ങിയാൽ, എന്തെങ്കിലും ജോലിക്ക് പോയാൽ അവൻ്റെ കാര്യമെങ്കിലും നോക്കും. ഇപ്പോൾ അതേ ഉള്ളൂ ചിന്ത, അല്ലേ? പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു. അവൻ ഞങ്ങളെ നോക്കും, ഞങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ മാറും, വാടക വീടെന്ന നിരാശ മാറും. ദൂത, നിന്റെ തലമുറ മുഖാന്തരം നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ രാമയൻ പറയും, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറകൾ പണിയുന്ന ഭവനത്തിൽ പാർത്ത് നീ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുക. ആമേൻ. അവർ വാങ്ങുന്ന വാഹനങ്ങളിൽ സ്തോത്രം. ഇതൊക്കെ ആഗ്രഹമായിരുന്നു.
പക്ഷെ ഇപ്പോൾ ആഗ്രഹമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അവനും അവളൊന്ന് ജീവിച്ചാൽ മതി. അയ്യോ, നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിത്തീർന്നല്ലോ. വേദനയും പരിഭവവും പറച്ചിലും പരാതിയും. കാരണം അത്രമാത്രം ടയേർഡായിരിക്കുന്നു. ഒത്തിരി ശ്രമിച്ചു നിങ്ങളുടെ തലമുറകൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് അവരെ എത്തിക്കുവാൻ, അവരെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്നില്ല. ആർക്കും അവർക്ക് വേണ്ടി ആ നല്ലത് ചെയ്തു കൊടുക്കുവാനും കഴിയുന്നില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്ങനെയെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട നിന്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ പോകുക. ദൂതനിറങ്ങുക. മറിയയും കണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വഴികൾ തുറക്കപ്പെടുക. തലമുറകൾക്ക് മുമ്പിൽ അടഞ്ഞുപോയ വഴികൾ, വാതിലുകൾ തുറന്നു വരിക. അവർ പുറത്തു പോവുക. യെസ്, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ ദൈവം തുറന്നു നൽകുക. ചിലരെ കർത്താവ് അയച്ചിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്. അതേ, നിനക്ക് വേണ്ടി മാതാവേ, പിതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ചിലരെ ദൈവം അയച്ചിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്തത് അയക്കപ്പെട്ടവരിലൂടെ തുറന്നു കിട്ടുന്ന സ്ഥാനത്തു നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുക. അന്ന് കണ്ട സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം വരുന്നത്. ഓ സ്തോത്രം. അതേന്നേ, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കാനല്ല നിന്റെ തലമുറകൾ പോകുന്നത്. ആമേൻ, ആമേൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പഠിച്ച് അല്ല നീ ആഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടുവാൻ പോകുക. ഓ, അതിന് തക്കവണ്ണമുള്ളത് ആ ലോൺ പാസ്സാവുകയാണേ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ. ആ റിസൾട്ട് അവർക്ക് മുൻപോട്ട് പോകുവാൻ തക്ക വിധത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുക. മത്സര പരീക്ഷകൾ എഴുതി 3-ലധികം തവണ. യെസ്, പ്രാർത്ഥിക്കുക. ആ പരീക്ഷ തടസ്സത്തെ കർത്താവ് മാറ്റുക, കല്ലുരുട്ടി മാറ്റുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. അപ്പോൾ കർത്താവ് ചിലരെ അയക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തത് അവിടെ നിന്ന് കിട്ടും. നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായുള്ളത് അവിടെ നിന്ന് കിട്ടും. അതേന്നേ, അയക്കപ്പെട്ടവൻ്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ സൗഖ്യമാകാ. യെസ്, ഇപ്പോൾ സൗഖ്യമാകാ. ആമേൻ. ഡോക്ടറിന് ചെയ്യുവാൻ കഴിയാത്തത്, മരുന്നിന് ചെയ്യുവാൻ കഴിയാത്തത്, ആമേൻ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. നിന്റെ ശരീരത്തിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുക. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം. യെസ്, വിടുതലായി ചലിക്കുക. പ്രാർത്ഥിക്കുക. സൗഖ്യം വ്യാപരിക്കട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. ആ ബലഹീനതകൾ വിട്ടുമാറുക. ആമേൻ. സുഖമായാലും ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആർക്കും പ്രയോജനപ്പെടത്തില്ല. മറ്റുള്ളവർക്കൊരു ഭാരമായി. അതും ഒരു ടെൻഷനാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ പോകുന്നുണ്ട് സഹോദരി, സഹോദര. അത് വല്ലാതെ ഭാരപ്പെടുത്തുക. ഇനി പഴയ ജീവിതം കിട്ടത്തില്ല. നിന്നോടാ, ഇനി പഴയ ജീവിതം കിട്ടത്തില്ല. ആ പഴയ കാലത്ത് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതല്ലേ. സ്വന്തം വീട്, സ്വന്തം ഭവനം, പലതും. പക്ഷേ എല്ലാം പോയി. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാനേ പറ്റത്തുള്ളൂ. അല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്നേ നീ പ്രതീക്ഷയോടെ ഇന്നലകളിൽ നോക്കിയ അവിടെ നിന്നൊരു മറുപടി കിട്ടിയാലാ. അവർ മറുപടി തന്നില്ല. അർത്ഥം, നീ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമാറാക്കുവാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ നീ ആയിരിക്കുന്നു. അവൻ മറുപടി തരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സൗഖ്യമാകാ. ആമേൻ. എങ്ങനെയെങ്കിലും ശുശ്രൂഷയൊക്കെ ചെയ്ത് പോകണം. അതിലപ്പുറം ഒന്നും അയ്യോ എന്തൊക്കെ സ്വപ്നം കണ്ടതാ അല്ലേ, എന്തൊക്കെ സ്വപ്നം കണ്ട് ഇറങ്ങിയതാ കർത്താവിന് വേണ്ടി. ഓ, പ്രയോജനപ്പെട്ട് ആത്മാക്കളെ നേടി ഇപ്പോൾ അയ്യോ പറയേണ്ട ദൈവദാസനെ, എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയാൽ മതി. അതിനുപോലും പിശാച് സമ്മതിക്കുന്നില്ല. നീ പ്രതീക്ഷയോടെ നോക്കുന്നവരിൽ നിന്നുള്ള പ്രവൃത്തികൾക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാ നോക്കുന്നത്? സ്വർഗത്തിലേക്ക് നോക്ക്. അപ്പൻ ദൂതനെ അയക്കുക. ആമേൻ. ശുശ്രൂഷയ്ക്ക് വിരോധമായി, സ്തോത്രം, ശുശ്രൂഷയെ തകർത്ത് കളയുന്ന, ജനത്തിൻ്റെ ആത്മീയ മുന്നേറ്റത്തെ തകർത്ത് കളയുന്ന സകല വെല്ലുവിളികൾ അഴിഞ്ഞു മാറി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ആഗ്രഹിച്ചത്, നീ സ്വപ്നം കണ്ടത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം, ഇന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത് നിന്റെ ശുശ്രൂഷ മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ശുശ്രൂഷകേ എൻ്റെ കർത്താവ് ചിലരെ നിനക്ക് വേണ്ടി അയക്കുക. യാസ്, യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ആ ബാധ്യതയിൽ നീ പുറത്തു വരുവാൻ, കടക്കാരൻ, നിരാശ, വേദന കൊടുക്കുന്നവരായി മാറുവാൻ ഇറങ്ങി തിരിച്ചതാ. ഇന്ന് വാങ്ങുന്നവരായി വാങ്ങി അയ്യോ നരകതുല്യമായ അവസ്ഥ. ഇപ്പോഴും ഇരിക്കുന്നത് ആ പഴയ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ടാ. എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയാൽ മതി, തല കുനിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും ആ വാങ്ങിച്ചതൊക്കെ കൊടുത്ത്
അല്ല, നീ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുവാൻ പോകുക. ഇപ്പോൾ നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത്, ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് സഹോദരി സഹോദര, ആ തൊഴിൽ മേഖലയിൽ, ആ ബിസിനസ്സിൽ നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മരിച്ച യേശുവിനെ കാണുവാൻ ആവലോടെ നോക്കിയ കണ്ണുകൾ ജീവനുള്ള യേശുവിനെ കണ്ടതുപോലെ ജീവനുള്ള ചിലത് നിങ്ങൾ കാണുവാൻ പോകും. നിങ്ങളെ ജീവിപ്പിക്കുന്ന, സ്തോത്രം, പിന്നെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളെ കാണിക്കുന്ന ചിലത്, യേശുവിൻ നാമത്തിൽ ജീവനുള്ളത്. ആമേൻ. ആ സഹോദരിയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ആ സഹോദരി കരച്ചിൽ നിർത്തി. ആ സഹോദരി പറഞ്ഞു, ദൈവദാസനെ, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യും. എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. ഞാൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചത് വെറുതെ ആയി തീരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ആ ഫേസ്ബുക്കിൽ എങ്ങനെയോ പോയൊരു മെസ്സേജ് എൻ്റെ കയ്യിലെത്തിയത്, എൻ്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞ അതേ സഹോദരി ഉദ്ദേശമുണ്ട്. സമാധാനത്തോടെ ആ സഹോദരിയെ പ്രാർത്ഥിച്ചയച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരി വിളിച്ചു, ദൈവദാസനെ, ദൂതനെ അയച്ചു, ദൈവം ദൂതനെ അയച്ചു. ഞാൻ ചോദിച്ചു, സഹോദരി, നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നുവോ? ആ സഹോദരി പറഞ്ഞു, അതെ ദൈവദാസനെ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. അതിലും വലിയ സന്തോഷം. ഞാൻ ഭയപ്പെട്ട, ഇനി ശരിയാകുമോ, ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, ഇനി പഴയതുപോലെ ഞങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുമോ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. അതിലും സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. ഞാൻ ചോദിച്ചു, സഹോദരി, ആരെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അയച്ചത്? ആ സഹോദരി പറഞ്ഞു, ദൈവദാസനെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിനെ എനിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ ചോദിച്ചു, ആരാണ് സഹോദരി അത്? ആ സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ. ആഹാ. ആ സഹോദരി പിന്നെയും പറഞ്ഞു, ദൈവദാസനെ, നിങ്ങൾക്കറിയാമോ, ആ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അവിടെ മുതൽ ആ പ്രശ്നം തുടങ്ങി. എന്തോ അവർക്ക് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മോൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടിട്ട് ഒരു വാക്കും അവർ മിണ്ടിയില്ല. എനിക്ക് അനുകൂലമായി ഒന്നും സംസാരിച്ചില്ല. അതെൻ്റെ വേദന ഞാൻ അനുഭവിക്കട്ടെ എന്ന് ചിന്തിച്ചവരായിരുന്നു. എന്നാൽ ദൈവദാസനെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കണ്ണുനീരോടെ ഞാൻ എൻ്റെ മുറിക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുറിയുടെ മുമ്പിൽ കൂടെ കടന്നുപോയ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചു. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് നോക്കി നിന്നു. ഞാൻ വിചാരിച്ചു അതുവരെ സംഭവിക്കുന്നത് പോലെ കളിയാക്കുവാനോ പരിഹസിക്കുവാനോ കുറ്റം പറയുവാനോ ആയിരിക്കും. എന്നാൽ അല്പം കഴിഞ്ഞ് ആ അമ്മ തൻ്റെ മകനെ വിളിച്ചു, നിനക്കിനി ഒരു അമ്മ വേണമെങ്കിൽ, നിനക്കാരെങ്കിലും ഉണ്ടാകണമെങ്കിൽ നീ ഈ വീട്ടിൽ വന്ന്, ഈ വീട്ടിനകത്ത് നിന്നെ വിശ്വസിച്ച് വന്ന നിൻ്റെ ഭാര്യയ്ക്കൊപ്പം നീ താമസിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് അമ്മയും കാണത്തില്ല, നിനക്ക് സഹോദരങ്ങളോ ബന്ധുക്കളോ ആരും കാണത്തില്ല. ആ വാക്ക് അവനെ മാറ്റി. ആ വാക്ക് ഉരുട്ടി വച്ചിരുന്ന ആ കല്ല് ഉരുണ്ടു മാറുവാൻ ഇടയാക്കി തീർത്തു. എൻ്റെ ഭർത്താവ് തിരികെ വന്നു, പഴയതിലും അധികം സന്തോഷത്തോടെ ജീവിക്കുന്നു. അതേ പ്രിയരെ, ചിലരുടെ വാക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അതേ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും വിധത്തിൽ ചിലരിലൂടെ എൻ്റെ ദൈവം സംസാരിക്കുക. യേശുവിൻ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത ചിലർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ജീവനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കർത്താവ് പറയുക, ഇത് ആവർത്തിക്കുവാൻ പോകുക. ഇതും സ്തോത്രം. ഒത്തിരി പേർ ഈ സാക്ഷ്യം പറയുവാൻ പോകുക. ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർ ഈ സാക്ഷ്യം പറയുവാൻ പോകുക. അപ്പോൾ അതിനായിട്ട് ഒരുങ്ങുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുവാൻ തക്കവണ്ണം പ്രതീക്ഷിക്കാത്തവരെ ദൈവം നിങ്ങൾക്കായി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറിയേയും മുറിക്കകത്തിരിക്കാതെ മുൻപോട്ട് പോവുക. തളർന്ന് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നടക്കുക. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുവാനുള്ളതല്ല, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായുള്ളത്, നിങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളത് അവിടെയുണ്ട്. ധൈര്യമായി മുൻപോട്ട് പോവുക. എന്താ, ഒറ്റയ്ക്കാണെന്നോ, പറ്റില്ലെന്നോ, ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നടക്കാവുന്നേ. നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാനും അത് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ധൈര്യമായി കോൺടാക്ട് ചെയ്തോ. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അതെ, ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറത്തില്ല, പറഞ്ഞു പറ്റിച്ചിട്ട് ഓടിപ്പോകത്തില്ല. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. എന്ന കണ്ടോ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ചോദ്യത്തോടെ ആർ കല്ലുരുട്ടി മാറ്റും, ആർ ആ തടസ്സം മാറ്റും, ആർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ആരിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും? ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഉത്തരം നൽകണമേ. ആ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ ആ തടസ്സം മാറുക, ജോലിമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. പ്രാർത്ഥിക്കുക. ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് ജോലികൾ ലഭിക്കുക, ആ തടസ്സം മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിച്ചാട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യം വ്യാപരിക്കുക, സൗഖ്യത്തിന് മേലുള്ള തടസ്സം മാറുക. ആരോഗ്യത്തോടെ ബലത്തോടെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ആരോഗ്യത്തോടെ പുറത്തു വരുവാൻ പോകുക. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടുക. സൗഖ്യമാകുകയല്ല, പുനർനിർമ്മിക്കപ്പെടുക. നീ ആരോഗ്യത്തോടെ പുറത്തു വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുക സഹോദര, പ്രാർത്ഥിക്കുക സഹോദരി. ആ കുഞ്ഞിന് മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യമായ അവൻ പുറത്തു വരിക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രതീക്ഷയ്ക്ക് അപ്പുറമായത് വഴികൾ തുറന്നു കിട്ടട്ടെ. ഉപരിപഠനത്തിനായി വഴികൾ തുറന്നു കിട്ടട്ടെ. സ്തോത്രം. വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം വഴികൾ തുറന്നു കിട്ടട്ടെ. കരങ്ങളിൽ നന്മ ലഭിക്കട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകട്ടെ. തലമുറകളുടെ ജീവിതം അനുഗ്രഹമായി തരട്ടെ. വിവാഹത്തിന്മേലുള്ള തടസ്സം മാറട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സകല തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. സ്തോത്രം. അങ്ങ് ചിലരെ അയച്ച കൃപയ്ക്കായി പ്രാർത്ഥിക്കും മാതാവേ. ചിലരെ അയക്കുക, നിന്റെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് ചിലരെ അയക്കുക. സഹോദരി പ്രാർത്ഥിക്കുക, സഹോദര പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബജീവൻ പണിയപ്പെടുവാൻ തക്കവണ്ണം ചിലരെ കർത്താവ് അയക്കുക. പണിതുയർത്തുവാൻ കഴിവുള്ളവരെ എൻ്റെ കർത്താവ് അയക്കുക. നിന്റെ ഭർത്താവിനെ നിന്നോടൊപ്പം ചേർത്ത് നിർത്തുവാൻ, നിന്റെ ഭാര്യയെ നിനക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ചിലരെ കർത്താവ് അയക്കുക. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ആ തടസ്സം മാറിപ്പോവുക. ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഉരുട്ടി വയ്ക്കപ്പെട്ട കല്ലുകൾ ഉരുണ്ട് നീങ്ങുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. മാറുക. പ്രാർത്ഥിക്കുക. ആ ബാധ്യത മാറുക. ചിലത് എഴുതി തള്ളപ്പെടുക. സ്തോത്രം. ഇനി വേണ്ട എന്ന് പറയാൻ. ആമേൻ, ആമേൻ, ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ ബാധ്യതകളും മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിദേശത്തും സ്വദേശത്തും ചെയ്യുന്ന സകല തൊഴിലുകളും അനുഗ്രഹമായി തീരും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. അപ്പാ, ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണം. യേശുവേ, ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ശുശ്രൂഷകളിലായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങ് മാനിക്കണമേ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്വന്തം ഭവനങ്ങളിൽ അവർ പാർക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി അവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഉത്തരവറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജീവനുള്ളത്, പ്രതീക്ഷയ്ക്ക് അപ്പുറമായുള്ളത് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.